In the midnight glow where the stars align, we lose ourselves in the wonder. ട്രൂ വേ ബാങ്കിങ്ങിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വെറൈറ്റി കണ്ടൻറ്റാണ്. എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കണ്ടൻറ്റാണ്. മീൻസ് നമ്മൾ ഒരുപാട് നാൾ കൊണ്ട് 4 വർഷം 5 വർഷം അല്ലെങ്കിൽ 6-7 വർഷം കൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് ലോൺ ആപ്പിൻ്റെ പ്രശ്നങ്ങൾ. അത് പലതരത്തിലുള്ള ഹരാസ്മെൻറ്റ്, തെറിവിളികൾ, അങ്ങനെ ഒരുപാട് നമ്മൾ ഈ ഒരു ചാനലിലുള്ള എല്ലാവരും അത് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരു 90% പേരോടും പറയേണ്ട കാര്യമില്ല. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ലോൺ ആപ്പിൽ കയറി 5000 രൂപ അപ്ലൈ ചെയ്യും, 2000 രൂപ കിട്ടും, 5500 രൂപ അടയ്ക്കും, അങ്ങനെ ഹ്യൂജ് ഇൻട്രസ്റ്റ് ആണ്. ഇത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഭീഷണി, തെറിവിളി, നമ്മുടെ കോൺടാക്ട്സിലേക്ക് നമ്മുടെ വാട്സപ്പ് കോൺടാക്ട്സിലേക്ക് അശ്ലീല ചിത്രങ്ങൾ അയക്കുക. ഈ അശ്ലീല ചിത്രങ്ങൾ അയക്കുന്നത് ഒരു പരിധി വരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു കുറച്ച് ഇഷ്യൂസ് ആയതുകൊണ്ടായിരിക്കാം ഓൾ ഇന്ത്യ ലെവലിൽ അവർ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ ഈ ഒരു ചിത്രങ്ങൾ, അശ്ലീല ചിത്രങ്ങൾ അയക്കുന്നതായിട്ട് ഒരു റിപ്പോർട്ട് വലുതായിട്ട് കിട്ടുന്നില്ല, എന്നാലും അയക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ചില ആൾക്കാർക്ക് 50-55 ആൾക്കാർക്കും ഇത് ഭയങ്കര ഇഷ്യൂ തന്നെയാണ്. കാരണം ഇങ്ങനെ ഹരാസ്മെൻറ്റ് പിക്ചേഴ്സ് അയക്കുന്ന സമയത്ത് അവരുടെ കൊളീഗ്സിനായിരിക്കും അയക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കൂട്ടുകാർക്ക്, വീട്ടിലുള്ളവർക്ക്, ഇങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ഹരാസ്മെൻറ്റ് മീൻസ് ചിത്രങ്ങൾ, മോഫ്ഡ് ചിത്രങ്ങൾ അയക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അവരെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവരെന്താ ചിന്തിക്കുന്നത്, എന്താ കരുതുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതാ ഈ മോഫ്ഡ് പിക്ചേഴ്സ് കണ്ടാൽ ഒരാൾ പോലും വിശ്വസിക്കില്ല. ഓക്കെ, കാരണം അത്രയ്ക്ക് വൾഗറായിട്ടാണ് അവർ നമ്മുടെ തല വെട്ടിക്കയറ്റുന്നത്. അത് കണ്ടാൽ തന്നെ അറിയാം മോഫ്ഡാണ്, നമ്മളെ ഹരാസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പിക്ചർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്, നിങ്ങൾ ആരും ഇത് കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. അവർ നിങ്ങളെ ഒന്നും ചെയ്യില്ല. നിങ്ങളുടെ സിബിലിനൊന്നും, ഈ വ്യാജ ലോണ ബാർബി അപ്രൂവ്ഡ് അല്ലാത്ത ഏത് ആപ്പിലും നിങ്ങളുടെ സിബിലിന് യാതൊരു ഇഷ്യൂസും വരില്ല. അതേപോലെ നിങ്ങളെ വീട്ടിൽ വന്ന് പേടിപ്പിക്കില്ല. നിങ്ങളോട് ചിലപ്പോൾ പറയും, ഞാൻ ഹൈക്കോർട്ടിൽ നിന്ന് വക്കീലാണ് അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന സെൻറ്ററിലാണ് അയച്ചിരിക്കുന്നത്, നിങ്ങളുടെ പാൻ കാർഡ് ക്യാൻസൽ ചെയ്യും, ആധാർ കാർഡ് ക്യാൻസൽ ചെയ്യും, പാസ്പോർട്ട് ക്യാൻസൽ ചെയ്യും, ഗൾഫിൽ പോകാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് പറയും. ഒന്നും ചെയ്യില്ല അവർ. ഓക്കെ, ഇതൊക്കെ നമ്മളെ വിരട്ടുന്നതാണ്. ഞാൻ RBI അപ്രൂവ്ഡ് അല്ലാത്ത ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും, ചിലപ്പോൾ മീൻസ് ലീഗലി അവർ മൂവ് ചെയ്യും. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആധാർ കാർഡ് ബ്ലോക്ക് ചെയ്യാനോ പാൻ കാർഡ് ബ്ലോക്ക് ചെയ്യാനോ ഒന്നും പറ്റില്ല. സിബിലിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കാൻ സാധിക്കും ഈ RBI അപ്രൂവ്ഡ് ആപ്ലിക്കേഷന്. പിന്നെ ലീഗലി ഇഷ്യൂസും ചില സമയത്ത് ഉണ്ടാകും. ലീഗൽ ഇഷ്യൂസ് അങ്ങനെ റെയറായിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം ക്രെഡിറ്റ് ബില്ല് നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഒരു വർഷം വരെ അടയ്ക്കാതെ ഇരുന്നിട്ടുണ്ട്. പിന്നെ അവർ കൂടുതൽ എമൗണ്ട് വന്ന സമയത്ത് അവർ കസ്റ്റമർ കെയറിൽ വിളിച്ച് ഒരു സെറ്റിൽമെൻറ്റ് തുക ചോദിച്ചു. സെറ്റിൽമെൻറ്റ് ഇപ്പോൾ 5000 രൂപ എടുത്ത ആൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു 60,000 രൂപ വരെ ഫൈൻ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞു, സാറേ എനിക്ക് 5000 രൂപ അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു എടുത്ത തുക തന്നെ അടച്ചു, അങ്ങനെ സെറ്റിൽ ചെയ്തു. പക്ഷേ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ആ സെറ്റിൽമെൻറ്റ് നമ്മുടെ സിവിൽ റിപ്പോർട്ട് വരികയാണെങ്കിൽ നമുക്ക് ഒരു കാലത്തും ലോൺ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏത് ലോൺ ആയാലും സെറ്റിൽമെൻറ്റ് എന്ന ഓപ്ഷൻ നമ്മുടെ സിബിലിൽ വരികയാണെങ്കിൽ. ഓക്കെ, അത് പോട്ടെ. അപ്പോൾ എന്നെ ഇന്നലെയും മെനങ്ങാന്നും ഹസ്ബൻഡും വൈഫും വിളിച്ചിരുന്നു, അതുപോലെ തന്നെ ഒരു ഫാമിലി വിളിച്ചിരുന്നു. അങ്ങനെ പല ആൾക്കാരും, ഒരുപാട് പേര് ഇൻഡിവിജ്വലി വിളിച്ചിട്ടുണ്ട്. സാർ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമുക്കറിയാമല്ലോ, കുറച്ച് ലോൺ ആപ്പോൾ ടൊട്ടോ ക്യാഷ്, ഡിയോ ക്യാഷ്, ജൽദി ക്യാഷ്, വാട്ടർ ക്യാഷ്, പിന്നെ മിങ്കിൾ ക്യാഷ്, മൈക്കിൾ ക്യാഷ്, ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെല്ലാം വ്യാജനാണെന്ന്. ചില ആൾക്കാർ ബോധപൂർവം ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്നു, തിരിച്ചടയ്ക്കേണ്ടെന്ന രീതിയിൽ ചില ആൾക്കാർ പെട്ടുപോവുകയും ചെയ്യുന്നു. ഈ പെട്ടുപോകുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് ഇത് യാതൊരു ഇഷ്യൂ ഇല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇത് സംബന്ധിച്ച് ഈ ലോണിൻ്റെ ആപ്പ് നിങ്ങളെ മീൻസ് ഹരാസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇറങ്ങി റൂമിന് ചുറ്റും അല്ലെങ്കിൽ വീടിന് ചുറ്റും ഓടുകയോ പരിഭ്രാന്തരാവുകയോ അങ്ങനെ ആരെയും വിളിക്കുകയോ ഒന്നും തന്നെ ചെയ്യേണ്ട. നിങ്ങളെ ഒരു ഇഷ്യൂസും നിങ്ങൾ ഒന്നും ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടി നിങ്ങളൊരു വാട്സപ്പ് സ്റ്റാറ്റസ് കൊടുക്കുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതായത് ഇങ്ങനെയാണ് വാട്സപ്പ് സ്റ്റാറ്റസ് കൊടുക്കാനുള്ളത്. എന്നെ കുറച്ച് വ്യാജ ലോൺ ആപ്പുകാർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. 10,000 രൂപ അല്ലെങ്കിൽ 25,000 രൂപ ഉടൻ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുടെ വാട്സപ്പിലേക്ക് അയക്കുമെന്നും, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമെന്നും നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക. എന്നിട്ട് പറയുക, ഇങ്ങനെയുള്ള ചിത്രങ്ങളോ മെസ്സേജുകളോ വരികയാണെങ്കിൽ ലിങ്കുകളോ വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഓപ്പൺ ചെയ്യരുത്, നിങ്ങളുടെ ഫോണും ഹാക്കാവുമെന്ന് പറഞ്ഞ് ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുക. അങ്ങനെ ഇടുമ്പോൾ ഒരു 50 പേരുണ്ടെങ്കിൽ
ആണെങ്കിൽ ഒരു 40 പേരും ഓപ്പൺ ചെയ്ത് നോക്കില്ല. അങ്ങനത്തെ ഒരു നെറ്റ് നമ്പേഴ്സ് എന്നായിരിക്കും വിളിക്കുന്നത്. ഈ 22, 11, 44, അതായത് പാകിസ്ഥാൻ, നേപ്പാൾ, ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ കുറച്ച് മാത്രമേ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഓരോരുത്തർ ആത്മഹത്യ പോലും ചെയ്യാൻ എന്താ പറയുന്നത് പോവുകയാണ് ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടി. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് എടുക്കുക. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഇരുന്ന് നിങ്ങളുടെ ഉള്ള ജോലിയും കളന്ന് ഡിപ്രഷൻ അടിച്ച് ഭക്ഷണവുമില്ല, എന്താ പറയുന്നത്, ഒരു മൂഡ് സിങ്ങായി അതിൻ്റെ ഇരിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മളൊക്കെ ഇല്ലേ ഈ ഒരു സാഹചര്യത്തിൽ. കാരണം ഈ ഒരു ഇത്രയും വലിയ ഈ ഒരു നൂറ്റാണ്ടിൽ അങ്ങനെയൊന്നും ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഒരാൾ നമ്മുടെ ചിത്രം ഏതോ ഒരു തലയും വെട്ടിയും കെട്ടിയിട്ടാൽ അത് നമ്മളാകുമോ? ഇല്ലല്ലോ. അപ്പോൾ അത് നിങ്ങൾ യാതൊരു വിധമായ ബോധം നിങ്ങളാകണ്ട. എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ എന്നെ വിളിക്കുക. പിന്നെ ചില ആൾക്കാർ വാട്സപ്പ് ഡിലീറ്റ് ചെയ്ത് പോകുന്നുണ്ട്, അതുപോലെ തന്നെ വന്നിട്ട് സിം ഓടിച്ച് കളയുന്നുണ്ട്, ഫോൺ വരെ എടുത്ത് കളയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ഒരു കാര്യവുമില്ല. ഇപ്പം നമ്പർ ബ്ലോക്ക് ചെയ്യാം, ഓക്കെ, അതൊക്കെ ശരിയാണ്. എന്നാൽ അവർ വീണ്ടും വേറെ നമ്പറിൽ നിന്നൊക്കെ വിളിക്കും. അപ്പോൾ ഇത് നമുക്കൊരു ബേസിക് ഓപ്ഷൻ ട്രൂ കോളറിൽ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. അപ്പോൾ ഈ ട്രൂ കോൾ എടുക്കുന്ന സമയത്ത് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോ കാണാം. ആ പ്രൊഫൈൽ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് താഴെ ഇത് കണ്ടോ, ലാസ്റ്റ് 30 ഡേയ്സ് ഇതൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത നമ്പേഴ്സും സ്പാം നമ്പേഴ്സും എല്ലാം ആണ്. ഈ മാനേജ് ബ്ലോക്കിംഗ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ഫസ്റ്റിൽ ബ്ലോക്ക് 140 സീരീസ് ടെലിമാർക്കറ്റിംഗ് കോൾസ് വരുന്നത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾ ക്യാഷ് കൊടുത്ത്, അത് പ്രീമിയം ഓപ്ഷനാണ്, അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ ഫോൺ നമ്പർ, പ്രത്യേകിച്ച് വരുന്ന ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സാധാരണ കോളിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ, അത് വലിയ കാര്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കും ഉപയോഗിക്കാം. പിന്നെ വന്നിട്ട് നൈം ഓർ വേൾഡ് എന്ന ഓപ്ഷനുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒരു എന്താ പറയുന്നത്, മെയിൻലി ഈ ഒരു ലോണിൻ്റെ വ്യാജ ലോണിൻ്റെ ആൾക്കാർ വിളിക്കുമ്പോൾ സ്കാം എന്ന് പറയുന്ന വാക്കുകൾ വരും. അതുപോലെ വന്നിട്ട് പിന്നെ എന്താ പറയുന്നത്, ലോൺ ഫ്രോഡ് എന്ന ഓപ്ഷൻ വരും. അതുപോലെ നമ്മൾ സ്പെല്ലിങ് തെറ്റി ചില ആൾക്കാർ സേവ് ചെയ്യാമല്ലോ. ഈ ലോൺ ഫ്രോഡ് എന്നുള്ളത് FRAOUD എന്നൊക്കെ കൊടുക്കും. അപ്പോൾ ഇങ്ങനത്തെ കുറേ വാക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച്, നിങ്ങൾക്കറിയില്ല നിങ്ങൾ വിളിക്കുമ്പോൾ ട്രൂ കോളറിൽ വരുന്ന വാക്കുകൾ, ഇതെല്ലാം ബ്ലോക്ക് ചെയ്ത് വിടുക. പിന്നെ കൺട്രി കോഡ്, മെയിൻലി ഇവർ വിളിക്കുന്നത് പാകിസ്ഥാൻ. നമുക്ക് പാകിസ്ഥാൻ സെർച്ച് ചെയ്ത് നോക്കാം. പാകിസ്ഥാൻ +92. അതേപോലെ വന്നിട്ട് നേപ്പാളിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേപ്പാൾ നോക്കാം. നേപ്പാൾ ബ്ലോക്ക് ചെയ്തു. പിന്നെ നൈജീരിയ എന്നൊക്കെ കുറച്ച് ഫേക്ക് കോൾ, ഇതല്ല ലോൺ ആപ്പ് അല്ലാതെ കുറച്ച് കോളുകളിൽ നൈജീരിയ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്താണ്, സ്വർണം എയർപോർട്ടിൽ നിൽക്കുന്നു, കൺസൈൻമെൻ്റ് ആണ്, 15 കിലോ സ്വർണ്ണമുണ്ട്, നിങ്ങൾ ടാക്സ് അടയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കോൾസുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട്. നമുക്ക് നമുക്ക് കൺട്രി കോഡ് ബ്ലോക്ക് ചെയ്യാം. നൈജീരിയ നോക്കട്ടെ, നൈജീരിയ ബ്ലോക്ക് ചെയ്തു. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന്, രാജ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടുന്ന് ബ്ലോക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ ഇന്ത്യ ബ്ലോക്ക് ചെയ്താലുള്ള പ്രശ്നം, നിങ്ങൾക്ക് ഉള്ള കോൾ ചില കോളിലറിയാം +91 നമ്മൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരും. എന്നാൽ പിന്നെ നമുക്ക് ഉള്ള കോളുകളും വരില്ല. പിന്നെ നമ്പർ സീരീസ്, അത് മസ്റ്റായിട്ട് നമ്പർ സ്റ്റാർട്ട്സ് വിത്ത് ഇത്, അതായത് ഏത് നമ്പറാണോ വിളിക്കുന്നത് ആ നമ്പർ തുടങ്ങുന്ന നമ്പർ ദാറ്റ് കണ്ടെയ്ൻ അത് കൊടുക്കേണ്ടത്. കാരണം നമ്മളെ വിളിക്കുന്ന നമ്പറിലും ചിലപ്പോൾ ആ നമ്പർ 8 ഉണ്ടെങ്കിൽ അത് മറ്റു നമ്പർ നമുക്ക് കിട്ടില്ല. നമ്പർ ദാറ്റ്സ് എൻഡ് വിത്ത് അതും കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ നമ്പർ ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് നിങ്ങൾ ആ ഒരു കോഡ് മാത്രം കൊടുക്കുക. ഇപ്പോൾ എന്താ പറയുന്നത്, എനിക്ക് തോന്നുന്നു നെറ്റ് നമ്പറിൽ കൂടുതലും 11 വരുന്നുണ്ട്, അതേപോലെ തന്നെ 22 വരുന്നുണ്ട്, അതേപോലെ തന്നെ 33 വരുന്നുണ്ട്, പിന്നെ 44 വരുന്നുണ്ട്, +44 ഒക്കെ വരുന്നുണ്ട്, പിന്നെ 55. ഇങ്ങനെ മെയിൻലി വരുന്ന നമ്പേഴ്സ് ഇതൊക്കെയാണ്. 55 അങ്ങനെയുള്ള നമ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ 12 +12 എന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള നമ്പരെല്ലാം ബ്ലോക്ക് ചെയ്ത് വിടുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പരിധി വരെ അവരുടെ കോളും മറ്റ് ഹരാസ്മെൻറ്റും എല്ലാം മീൻസ് ബ്ലോക്ക് ചെയ്യാം. പിന്നെ അവരോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ, ഞാൻ സത്യം പറയുള്ളൂ, ഞാൻ ഇവരോട് ഒരു 100-150 പേരോടെങ്കിലും ഇവരോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഇവർ നമ്മൾ പറയുന്നതൊന്നും കേൾക്കില്ല, അറിയാമല്ലോ, -- ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മൾ അതേ ടോണിൽ മാറിയാൽ മാത്രമേ അവർ നിർത്തിപ്പോയുള്ളൂ. അതായത് ഇയാളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, നമ്മളെക്കാട്ടിയും വലിയ ഫ്രോഡാണെന്ന് അറിയാം, അതുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമെന്ന് പറഞ്ഞ് അവർ നിർത്തിപ്പോകും. പിന്നെ അവർ വിളിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്, ഇപ്പോൾ ലേഡീസിനോടാണെങ്കിൽ അവർക്കൊന്നും പറയാൻ പറ്റില്ല. ഹിന്ദി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ തിരിച്ച് വിളിക്കും. അവർ വിളിക്കുന്നത് ബൈ തുമാര കോൺ അഭി തക് ജമാനിക്ക് ക്യാ ഹുവാ വോ എന്ന് പറഞ്ഞ് -- എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പം നമ്മൾ പെട്ടെന്ന് എന്താ കബി നഹീ കരേഗ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് തെറി വിളി തുടങ്ങിയാൽ എന്താ പറയുന്നത്, ഞാൻ തെറി പറയുന്നില്ല, അവർ വിട്ടിട്ട് പോകും. ഞാൻ ഭായ് മേ ഏക് ബി പൈസ ഭി ജമാ നഹീ കരേഗ ഭായ്, തു കിത്തന ഹരാസ്മെൻറ്റ് കരോ ക്യാ കരോ കുച്ച് ഭി കരോ മേ ജമാ നഹീ കരേഗ എന്ന് ഞാൻ തുറന്ന് പറയും. പിന്നെ അവന്മാർ തെറി വിളിക്കും, ഞാൻ അതേ ടൂണിൽ ഞാനും തെറി വിളിക്കും. ഒരു ദിവസം 1 മണിക്കൂറോളം ഞാൻ തെറി വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഇവരുടെ ഇത്.
പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അവർ നിങ്ങളുടെ എന്തെങ്കിലും ഫോട്ടോസ് ഇടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എന്താ പറയുന്നത്, തിരിച്ച് ഫോട്ടോസ് ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ജെൻസാണ് വിളിക്കുന്നതെങ്കിൽ നിങ്ങൾ മീൻസ് നിങ്ങൾ ജെൻസ് ആണെങ്കിൽ എന്താ പറയുന്നത്, മെയിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് മെയിലിൻ്റെ ഫോട്ടോസ് അല്ലെങ്കിൽ ഫീമെയിൽസിൻ്റെ ഫോട്ടോസ് അങ്ങോട്ട് ഇട്ടിട്ട് പറയുക, ഇത് വെച്ചും കൂടെ എഡിറ്റ് ചെയ്യണം, എന്നാലും എനിക്ക് ഫേമസ് ആവാൻ പറ്റുള്ളൂ എന്ന്. ലേഡീസ് തിരിച്ചും. അപ്പോൾ അവർ വിചാരിക്കും ഇവർക്ക് പേടിയില്ല. നമ്മുടെ പേടിയാണ് അവർ മെയിനായിട്ട് എന്താ പറയുന്നത് അവർ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ഈ ലോൺ ആപ്പിൻ്റെ കാര്യം ഒരു ചുക്കുമില്ലെന്ന് തന്നെ പറയാം. ചില ആൾക്കാർ മൊത്തത്തിലങ്ങ് പേടിച്ച് പോവുകയാണ്, ഞാൻ എന്ത് ചെയ്യും, അയ്യോ എൻ്റെ നാട്ടുകാരറിഞ്ഞു. പിന്നെ ഒരുപാട് ഈഗോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയാലും പാടായിരിക്കും കേട്ടോ. കാരണം ചുറ്റുപാടിലൊക്കെ ഒരു മാന്യൻ തികഞ്ഞ് നടക്കുന്ന ആൾക്കാർ, അവർ ചെറിയൊരു സംഭവം, ഒരു ചെരുപ്പിന് പോലും എന്തെങ്കിലും ചെറിയൊരു അഴുക്ക് വരികയാണെങ്കിൽ അത് നാട്ടുകാർ കണ്ടാൽ അയ്യെന്ന് വിചാരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാക്കുന്ന വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു അസോസിയേഷനിലെ മെമ്പറിനാണ് ഈ ഒരു ഫോട്ടോ കിട്ടുകയാണെങ്കിൽ പിന്നെ ആ അസോസിയേഷനിലെ മൊത്തവും പോവും, കണ്ടോ അവൻ്റെ ഫോട്ടോ കണ്ടോ അല്ലെങ്കിൽ അവളുടെ ഫോട്ടോ കണ്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടായാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നോട് ബന്ധപ്പെടുക. ഞാൻ നിങ്ങളുടെ പേരിൽ ഞാൻ ആ ഒരു വീഡിയോ ചെയ്തു തരാം, സപ്പോർട്ടിങ് വീഡിയോസ് ചെയ്തു തരാം, കുഴപ്പമില്ല. അപ്പോൾ ആരും അത് പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. എല്ലായിടത്തും വിളിച്ച് പറയുക കാര്യങ്ങൾ. ഇപ്പം നിങ്ങളുടെ സ്കൂളിലോ കോളേജിലോ ഓഫീസിലോ എന്തെങ്കിലും വെച്ച് ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ്, നിങ്ങൾ ആരെങ്കിലും ഒരു കൊളീഗിന് ഇങ്ങനെ ഇഷ്യൂ വന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കാണ് വന്നതെങ്കിൽ നിങ്ങൾ അവരുടെ മേലധികാരിയെ ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറയുക. സാർ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അപ്പോൾ എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ സാറ് ഒന്ന് ഒരു മീറ്റിംഗ് പോലെ എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ ഒരു നോട്ടീസ് ബോർഡിൽ ഒരു നോട്ടീസ് ഒട്ടിക്കുക. എന്താണ്, ഇങ്ങനെ വ്യാജ ആപ്പിൽ പെട്ടുപോയിട്ടുണ്ട്, അവർ ഭീഷണിയാണ്, അപ്പോൾ ഇങ്ങനെയുള്ള ഓഫ് ചെയ്ത പിക്ചർ വരും, അപ്പോൾ അവരെ ഒരിക്കലും ആ ഒരു കണ്ണിൽ നോക്കാനോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താനോ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു എന്താ ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നോട്ടീസ് ഇട്ടാൽ മാത്രം മതി. ഓക്കെ. കാരണം നമ്മളല്ല എന്നുണ്ടെങ്കിലും നമ്മുടെ കഴുത്തും താഴോട്ടുള്ള ഭാഗമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, എന്താ പറയുന്നത്, നമ്മുടെ ഈ അതിനൊക്കെ ഞാൻ ഉദാഹരണം പറയുന്നില്ല, അത് പോട്ടെ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഈ ഒരു ലോൺ ആപ്പിൻ്റെ ഇഷ്യൂവിന് 100% നമ്മൾ തന്നെയാണ് കാരണം. ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ടെടുക്കുന്ന 1 ലക്ഷം 2 ലക്ഷം ലോൺ ആപ്പിൽ നിന്ന് എടുത്തിട്ട് ഒളിച്ചു നടക്കുന്ന വിരുദ്ധന്മാർ ഇപ്പോഴും ഉണ്ട്. അവർക്കൊന്നും ഒരു പേടിയില്ല. ഓക്കെ, എന്നോട് വിളിച്ച് പറഞ്ഞോളൂ, സാറിൻ്റെ ചാനൽ കണ്ട് എനിക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ മെൻ്റലി എനിക്കൊരു ബലം കിട്ടിയതുകൊണ്ടാണ് ഞാൻ എല്ലാ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുത്തു, 5 പൈസ പോലും തിരിച്ചടക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പ്ലേ സ്റ്റോറിൽ ഇപ്പം ഏതെങ്കിലും ഒരു ജെനുവിൻ ലോൺ ആപ്പ്, ഇപ്പോൾ ബജാജ് ഫിൻസർവ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ബി, ബ്രാഞ്ച്, ട്രൂ ബാലൻസ്, ഇതെല്ലാം സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഒരു ടെക്നിക്കൽ ടേമാണ്, ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, എന്നാലും ബേസിക് അറിഞ്ഞിരിക്കുക. ഈ ഗൂഗിളിൻ്റെ ഒരു സെർച്ച് എഞ്ചിൻ്റെ ഒരു സ്വഭാവമുണ്ട്. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഗൂഗിളിൽ തന്നെ നമ്മൾ പോകുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ ലോൺ ആപ്പ് മാത്രമല്ല, ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു പെറ്റ്സിൻ്റെ ഐറ്റം നമ്മൾ സെർച്ച് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ FBയിൽ പോകും, നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, FBയിൽ പോകുമ്പോൾ ആ ഒരു പെറ്റ്സിൻ്റെ ഐറ്റംസ് നിങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെയും ബേസിക്. പല ആൾക്കാരും അകപ്പെട്ട് പോകുന്നു അതായിരിക്കും. നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് നല്ലൊരു ആപ്പ് നോക്കുമ്പോൾ ക്യാഷ് എടുത്തു. ഫേസ്ബുക്കിലും പ്രത്യേകിച്ച് ഈ ലോൺ ആപ്പുകാർ, വ്യാജ ലോൺ ആപ്പുകാർ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും അങ്ങനെയുള്ള സൈറ്റിലാണ് ഇപ്പോൾ കൂടുതൽ കാണുന്നത്. പ്ലേ സ്റ്റോറിൽ കുറവാണ്, 1-2 ചിലപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റ് ആയി കാണാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെ വരുമ്പോൾ FBയിലും ഇൻസ്റ്റയിലും കാണുന്ന എല്ലാം വ്യാജനാണ്. ഒരു 99% വ്യാജനാണ്. നിങ്ങൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ളൂ. എന്താണ് നേരത്തെ പറഞ്ഞ എം ക്യാഷ്, മോക്കോ ക്യാഷ്, കോക്കോ ക്യാഷ്, കോ ക്യാഷ്, പെൻ ക്യാഷ്, റാപ്പിഡ് ക്യാഷ്, റാപ്പിഡ് റുപ്പി, അങ്ങനെ ഒരുപാട് ലോൺ ആപ്പ് ഉണ്ട്. നിങ്ങളത് എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചോദിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് പേടിയില്ല, ഇത് ഇത്രയാണെന്ന് കരുതുന്നവർക്ക് കുഴപ്പമില്ല, ഏത് ആപ്പിൽ നിന്ന് എടുക്കുക. കാരണം അത്രയും അവർ അങ്ങനെ നമുക്കും അവരെ പറ്റിക്കാമല്ലോ, നമ്മൾ പൈസ അവർ കൊണ്ടുപോകണ്ട, ആ രീതിയിൽ നിങ്ങൾ എടുക്കുക. മെനിങ്ങാൻ തന്നെ ഒരു ഹസ്ബൻഡും വൈഫും കൂടെ വിളിച്ചു, സാറേ എനിക്ക് എൻ്റെ ഒരു ഫോട്ടോ വന്നു, ഹസ്ബൻഡാണ് ഈ ഒരു സംഭവം പറ്റിയത്, അപ്പോൾ എനിക്കത് ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, നിങ്ങളുടെ ഫോട്ടോയാണ് അത്, പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ആരെങ്കിലും നിങ്ങൾ ഓഫ് ചെയ്ത ഫോട്ടോ ഒരു ഭിത്തിയിൽ വരച്ച് വയ്ക്കുകയോ നിങ്ങളുടെ മൊബൈൽ അയച്ചു തന്നോ, പിന്നെ നിങ്ങൾ എങ്ങനെയാവുന്നത്? നമ്മളത് അറിഞ്ഞ് ഇതിനെക്കാട്ടി, അതായത് നമ്മൾ ഇങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടിയും വലിയ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത്? ഒന്നുമല്ല, നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടീവ് ആൾക്കാരുണ്ട്. പിന്നൊരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾക്ക് നെറ്റ് നമ്പർ അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്നാണ് നിങ്ങൾ കോൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിൻ്റെ പോൾ ആപ്പുണ്ട്. ആ പോൾ ആപ്പിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അത് ഞാൻ കാണിച്ചു തരാം. കേരള പോലീസിൻ്റെ റിപ്പോർട്ട് സൈബർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ റിപ്പോർട്ട് സൈബർ ഫ്രോഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക.
ഫ്രോഡ് നമ്പർ, ആ നമ്പർ വരുന്ന നമ്പർ നിങ്ങളിവിടെ കൊടുക്കുക. പിന്നെ ഫ്രോഡ് ടൈപ്പ് അത് നിങ്ങൾ എന്താണ് ATM ഫ്രോഡ്, ക്രെഡിറ്റ് കാർഡ് ഫ്രോഡ്, സ്മാഷിംഗ് ജാക്ക്പോട്ട് മെസ്സേജ്, ഫ്രോഡ് ജോബ് ഓഫേഴ്സ്, ബാങ്ക് ഫ്രോഡോ അതേഴ്സ് നിങ്ങൾ കൊടുക്കാം. ബാങ്ക് ഫ്രോഡ് കൊടുത്തിട്ട് വിളിക്കുക. ഐ ആം ഗെറ്റിംഗ് ഹരാസ്മെൻറ്റ് കോൾസ് ഫ്രം സോ ആൻഡ് സോ നമ്പർ എന്ന് പറഞ്ഞ് കൊടുക്കുക. എന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുക, ആ നമ്പർ കൊടുക്കുക. അതായത് നെറ്റ് നമ്പർ അല്ലാത്ത നമ്പർ. നെറ്റ് നമ്പർ ആണെങ്കിൽ അവർ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളോട് അവർ ചെയ്തു തരാം അല്ലെങ്കിൽ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞെങ്കിൽ നമുക്കറിയാം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു നമ്പർ, ഈ ഫോണിൽ എന്ന് പറയുന്ന നമ്പർ ആണെങ്കിൽ നമുക്ക് കൊടുത്ത് അവർ ട്രാക്ക് ചെയ്ത് ഈ ക്യാപ്ച അതേപോലെ കൊടുക്കണം. 71+7 ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ചെയ്തിട്ട കാര്യമല്ല. എന്നിട്ട് സബ്മിറ്റ് ഓപ്ഷൻ കൊടുത്താൽ മതി. ഓക്കെ, ഞാനും 2-3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എന്താ പറയുക, ഇത് ലോകത്തിൽ അതായത് ഇപ്പോൾ ഈ സമയത്തും 100-ൽ ഒരു 50 പേരെങ്കിലും തട്ടിപ്പിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. ഇൻ കേസ് ഞാൻ വരെ ഈ ഒരു ലോൺ ആപ്പിൻ്റെ ഭീഷണി പോയെന്ന് എനിക്ക് തോന്നുന്നു 7-8 വർഷം മുമ്പ് ഞാനും നിങ്ങളെപ്പോലെ ഇങ്ങനെ പേടി അല്ലെങ്കിൽ ഭയം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചു, അത്രയേ ഉള്ളൂ. കാരണം ഇപ്പോൾ എന്താ പറയുക, പണ്ട് ആട് മാഞ്ചി എന്ന പേരിൽ ആൾക്കാർ പൈസ എന്നും പറഞ്ഞ് പൈസ തട്ടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിനൊരു ന്യൂ വെർഷനാണ് ഗോൾഡ്, അതുപോലെ തന്നെ മീൻ. നമ്മുടെ ആന്ധ്രാപ്രദേശിൽ വളരുന്ന ഫിഷ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, കേരളത്തിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന നല്ല ക്യാഷ് കിട്ടും. അങ്ങനെ ഒരുപാട് തട്ടിപ്പുകാരുണ്ട്. നിങ്ങൾ എന്താ പറയുക, ജെന്യുവനായിട്ട് തോന്നാത്ത ഒന്നിലും നിങ്ങൾ തല വെച്ച് കൊടുക്കാതിരിക്കുക. ഓക്കെ, ഒരു ക്യാഷ് പോലും ആരെങ്കിലും വന്നെങ്കിൽ നമ്മളെ ഇപ്പോൾ ഒരുപാട് കൺവിൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മളെ പറഞ്ഞ് നമ്മളെ എന്താ പറയുക കൺവിൻസ്ഡാക്കി നമ്മൾ അന്ന് തന്നെ ആ സ്പോട്ടിൽ തന്നെ പൈസ കൊടുക്കാൻ ആക്കുന്നവരുണ്ട്. അവരോടൊന്നും എന്താ പറയുന്നത്, ഗുഡ് ബൈ പറയുക. ഒരു കാരണവശാലും നമ്മൾ തലവെച്ച് കൊടുക്കരുത്. നിങ്ങളെ ക്യാഷ് ഉണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ഇടുക, അല്ലെങ്കിൽ വല്ല സിപ്പോ മ്യൂച്വൽ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും നിക്ഷേപിക്കുക. ഒരു കാരണവശാലും ബിസിനസ്സിൽ ക്യാഷ് കൊടുക്കരുത്. പിന്നെ ക്യാഷ് തിരിച്ചു കിട്ടാൻ നിങ്ങൾ കേസ് കൊടുത്താലും അത് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ പോലീസുകാർക്ക് പൈസ സംബന്ധമായ കേസ് അന്വേഷിക്കാൻ എന്താ പറയുക നിയമപരമായ ഓപ്ഷൻ ഇല്ല. അത് കോടതി വഴി പോകേണ്ടി വരും, വർഷങ്ങളോളം കയറി നടക്കേണ്ടി വരും, നിങ്ങളുടെ പൈസയും പോകും, അങ്ങനെ എന്താ പറയുക നിങ്ങൾക്ക് സമയവും നഷ്ടമാവും. പോലീസുകാർ നേരെ എന്താ പറയുന്നത് ചീറ്റിംഗ് കേസ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു സിവിൽ കേസാണ്, ക്രിമിനൽ കേസല്ല പൈസ തട്ടിപ്പിന്. ആ ഒരു സിവിൽ കേസ് കോടതിയിൽ പോകും, വക്കീലിന് പൈസ കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പൈസ 5000-6000 കേസല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഒരു 50,000-ന് മുകളിൽ വരുന്ന കേസാണ് ഞാൻ പറയുന്നത്. പൈസ കഴിവതും ഒരാൾക്ക് പോലും കൊടുക്കാതിരിക്കുക, വെറുതെ ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് എൻ്റെ അനുഭവത്തിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ മറ്റ് സബ്സ്ക്രൈബേഴ്സിൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. പിന്നെ എയർപോർട്ടിൽ വന്ന് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പൈസ കിട്ടും, അതൊക്കെ ഭയങ്കര ഉടായിപ്പാണ്. പിന്നെ ലോണിന് അങ്ങോട്ട് പൈസ കൊടുത്താൽ കിട്ടും, അതൊന്നും കൊടുക്കരുത്. നിങ്ങൾ ആരുടെയെങ്കിലും വിളിച്ച് ചോദിക്കുക. നിങ്ങളിപ്പം പറ്റിക്കാൻ വേണ്ടി പല ആൾക്കാരും ഇങ്ങനെ തക്കമ്പാന്ന് നടക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഒരു സെയിൽസ്മാൻ ചെയ്യുന്നത് പോലെയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ പോക്കറ്റിൽ പൈസ ഉണ്ടെന്ന് കാണുകയാണെങ്കിൽ അവർ നേരെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് നിങ്ങളെ കൺവിൻസ് ചെയ്യും, ഇങ്ങനെ സംഭവമാണ്, അവിടെ നിന്ന് 5 ഗോൾഡ് ഉണ്ട്, ഇവിടെ ഇറക്കിയാൽ 10,000 ആവും, 20,000 ആവും, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് ചെന്ന് വീഴാതിരിക്കുക. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.